Welcome you all to Esperanza, the Gift of Hope 2024, the fourth edition of the joint carol service of CSI churches in GCC region. It was during the COVID pandemic time we, the churches in GCC area, decided to come together using the online facilities to celebrate the birth of our Lord and Savior Jesus Christ. In 2021, Dubai and Abu Dhabi parishes hosted the Esperanza. In 2022, Muscat Church, and in 2023, Doha, Qatar parish hosted. This year, we, the Muscat Church, gladly accepted to host the Esperanza 2024. Muscat CSI St. James Church was established in the year 1976, February 15th. And next year, we are celebrating our Golden Jubilee year 2025-2026. We request your prayers, and on behalf of CSI St. James Church, we welcome one and all to GCC Joint Carol Service. As the church bell rings, the Muscat St. James Choir will sing the Vestry hymn. Come, thou long-expected Jesus, born to set thy people free from our fears and sins. Release us, let us find our rest in thee. പ്രാർത്ഥനയോടുകൂടെ ശുശ്രൂഷ ആരംഭിക്കാം. പ്രപഞ്ചത്തിൻ്റെ ഉടയവനും ഞങ്ങളുടെ സൃഷ്ടാവും പരിപാലകനുമാകുന്ന വാഴ്ചപ്പെട്ട സ്വർഗീയ നല്ല പിതാവേ, എസ്പെറാൻസ 2024 എന്ന കരോൾ സർവീസ് അതേറ്റവും അനുഗ്രഹമാകുവാൻ അങ്ങയോട് അപേക്ഷിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. GCCയുടെ ആഭിമുഖ്യത്തിൽ നടത്തപ്പെടുന്ന ഈ കരോൾ സർവീസ് ഏറ്റവും അനുഗ്രഹം ചൊരിയുവാൻ അവിടുന്ന് പ്രസാദിക്കണമേ. മുഴു പ്രപഞ്ചത്തെയും മാനവരാശിയെയും രക്ഷിപ്പാനായ യേശു എന്ന രക്ഷകൻ ഈ ഭൂമിയിൽ പിറന്നതിൻ്റെ ഓർമ്മ പുതുക്കുമ്പോൾ ഞങ്ങൾ ഗാനങ്ങളിലൂടെ, ദൈവവചന പ്രഘോഷണത്തിലൂടെ മറ്റുള്ളവരിലേക്ക് ഈ സന്തോഷം പകരുകയാണ് കർത്താവേ. ഈ ശുശ്രൂഷയിൽ ഭാഗമാകുന്ന എല്ലാവരും അനുഗ്രഹിക്കപ്പെടുവാൻ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. ശുശ്രൂഷയ്ക്ക് നേതൃത്വം നൽകുന്ന മസ്കറ്റ് ഇടവക ദൈവകരങ്ങൾ സമർപ്പിക്കട്ടെ. ഗൾഫ് രാജ്യങ്ങളിലുള്ള വിവിധ ഇടവകയിലുള്ള ഗായക സംഘാംഗങ്ങളെയും ദൈവസന്നിധിയിൽ ഏറ്റവും വിനയപൂർവ്വം താഴ്ത്തി ഫലമേൽപ്പിക്കുന്നു. ആരാധനയെ അവിടെ നിയന്ത്രിച്ചു കൊള്ളുമാറാകണമേ. വിവിധ ശുശ്രൂഷകൾ കൈകാര്യം ചെയ്യാൻ ആവശ്യമാകുന്ന ദൈവകൃപ ഞങ്ങൾക്കെല്ലാവർക്കും നൽകുമാറാകണമേ. കേൾക്കുന്ന ദൈവവചനം ഏറ്റവും അനുഗ്രഹമാകണമേ. അതിനായി അഭിമന്യ റൈറ്റ് റവറൻഡ് ഡോക്ടർ സാബുക്ക് ചെറിയാൻ എന്ന ഞങ്ങളുടെ ബിഷപ്പിനെയും ദൈവകരങ്ങൾ സമർപ്പിക്കുന്നു. അങ്ങയുടെ നാമം മഹത്വത്തിനായി ഈ ശുശ്രൂഷ മുഖാന്തരമാകണമേ. യേശു ക്രിസ്തുവിൻ ധന്യനാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ഞങ്ങളുടെ പ്രാർത്ഥന ദയയോട് കേൾക്കുമാറാകണമേ. ആമേൻ. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വവും ഭൂമിയിൽ ദൈവപ്രസാദമുള്ള മനുഷ്യർക്ക് സമാധാനവും എന്ന് പാടിയ ദൂതഗണങ്ങളോട് ചേർന്ന് നമുക്കും ദൈവപുത്രനായ യേശു ക്രിസ്തുവിൻ്റെ തിരുജനനം ആഘോഷിക്കാം. ലോകരക്ഷിതാവായ യേശു ക്രിസ്തുവിൻ്റെ ജനനത്തിനായി കഷ്ടതയും അപമാനവും വേദനയും സഹിച്ച യോസഫിൻ്റെയും കന്യക മറിയമിൻ്റെയും അനുസരണത്തിനും സമർപ്പണത്തിനുമായി നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. നാം ബേത്ലഹേമോളം ചെന്ന് കർത്താവ് നമ്മോട് അറിയിച്ച സംഭവം കാണണം എന്ന് പറഞ്ഞു ഉണ്ണിയേശുവിനെ കാണുവാൻ പുറപ്പെട്ട ആട്ടിടയന്മാരുടെ വിശ്വാസം ഉൾക്കൊണ്ട് നമുക്ക് ദൈവത്തെ ആരാധിക്കാം.
പൊന്ന്, മൂര്, കുന്തിരുക്കം എന്നിവയുമായി യേശുവിനെ അന്വേഷിച്ച് കണ്ടെത്തിയ വിദ്വാൻമാരുടെ ആധ്യാത്മിക യാത്രയിൽ നമുക്കും പങ്കുചേരാം. ദൈവമേ, നീതിയുടെ രാജ്യം സ്ഥാപിക്കുവാൻ നിന്റെ പുത്രനായ യേശു ക്രിസ്തുവിനെ ലോകത്തിലേക്ക് അയച്ചുവല്ലോ. ക്രിസ്തുമസിന്റെ അർത്ഥവും വെല്ലുവിളിയും ഗ്രഹിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങളുടെ വീണ്ടെടുപ്പുകാരനായി നിന്റെ പുത്രനെ സന്തോഷത്തോടെ കൈക്കൊണ്ട് ഞങ്ങളുടെ ആയുഷ്നാളെല്ലാം നിന്നെ വിശ്വസ്തയോടെ സ്നേഹിക്കുകയും ആരാധിക്കുകയും ചെയ്യുവാൻ കൃപയറിയണമെന്ന് ഞങ്ങൾ താഴ്മയോടെ അപേക്ഷിക്കുന്നു. കർത്താവേ, ഞങ്ങൾ അവരങ്ങളെ തുറക്കണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും മഹത്വം ഉണ്ടാകട്ടെ. സ്തുതിലിത്താനി. ഓരോ അപേക്ഷയുടെ പിന്നാലെ ഞങ്ങൾ നിന്നെ ആരാധിക്കുന്നു എന്ന് പ്രതിവാക്യം പറയണം. നമുക്ക് ഒരു ശിശു ജനിച്ചിരിക്കുന്നു, നമുക്ക് ഒരു മകൻ നൽകപ്പെട്ടിരിക്കുന്നു. ആധിപത്യം അവൻ്റെ തോളിലിരിക്കും. അവന് അത്ഭുത മന്ത്രി, വീരനാം ദൈവം, നിത്യപിതാവ്, സമാധാന പ്രഭു എന്ന പേർ വിളിക്കപ്പെടും എന്ന് അരുളി ചെയ്ത ദൈവമേ, ഞങ്ങളങ്ങേ ആരാധിക്കുന്നു. സ്വയാഭിമാനികളും സ്വാർത്ഥമതികളുമായ മനുഷ്യവർഗത്തിനു വേണ്ടിയും മുഴുപ്രപഞ്ചത്തിൻ്റെയും വിമോചനത്തിനു വേണ്ടിയും മാട്ടിൻതൊഴുത്തിലേക്ക് ഇറങ്ങി വന്ന സർവ്വലോകത്തിൻ്റെയും സൃഷ്ടാവായ പിതാവാം ദൈവമേ, ഞങ്ങളങ്ങേ ആരാധിക്കുന്നു. പാപത്തിൻ്റെ ആഴത്തിൽ ആഴ്ന്നുപോയ മാനവജാതിയുടെ ഉദ്ധാരണത്തിനായി ബേത്ലഹേം മുതൽ ത്യാഗപൂർണമായി ക്രൂശിന്റെ മാർഗം സ്വീകരിച്ച ഞങ്ങളുടെ വീണ്ടെടുപ്പുകാരനായ പുത്രനാം ദൈവമേ, ഞങ്ങളങ്ങേ ആരാധിക്കുന്നു. സർവാ സൃഷ്ടിയെയും പുതുക്കുകയും രൂപാന്തരപ്പെടുത്തുകയും ഞങ്ങളെ സകല സത്യത്തിലും വഴി നടത്തുകയും ചെയ്യുന്ന പരിശുദ്ധാത്മാവാം ദൈവമേ, ഞങ്ങളങ്ങേ ആരാധിക്കുന്നു. പാപസ്വീകാര പ്രാർത്ഥനയ്ക്കായി നമുക്ക് ഒരുങ്ങാം. ദൈവം തൻ്റെ പുത്രനെ നൽകി നമ്മെ സ്നേഹിച്ചപ്പോൾ ദൈവമക്കൾ എന്ന അവകാശം നമുക്ക് തന്നിരിക്കുന്നു. വെളിച്ചം ലോകത്തിൽ വന്നിട്ടും നമ്മുടെ പ്രവൃത്തി ദോഷമുള്ളതാകിയാൽ നാം വെളിച്ചത്തെക്കാൾ ഇരുളിനെ സ്നേഹിക്കുന്നു. ക്രിസ്തുമസിൻ്റെ ആഘോഷത്തിന് കൂടി വന്നിരിക്കുന്ന നാം ക്രിസ്തുമസിൻ്റെ സാരാംശം ഉൾക്കൊണ്ടുകൊണ്ട് ഭക്തിപൂർണമായ ജീവിതം നയിക്കുവാൻ തീരുമാനിച്ചിരിക്കുന്നതിൻ്റെ ഭാഗമായി നമ്മെ തന്നെ ദൈവസന്നിധിയിൽ പരിശോധിക്കുകയും വിനയപ്പെടുത്തുകയും ചെയ്യാം. അല്പസമയം മൗനമായി നമുക്ക് പ്രാർത്ഥിക്കാം. തുടർന്നുള്ള ഓരോ അപേക്ഷയുടെയും പിന്നാലെ സ്നേഹവാനായ ദൈവമേ, ഞങ്ങളോട് ക്ഷമിക്കണമേ എന്ന് പ്രതിവാക്യമായി പറയണം. തൻ്റെ ഏകജാതനായ പുത്രനെ നൽകുവാൻ തക്കവണ്ണം ദൈവം ലോകത്തെ സ്നേഹിച്ചപ്പോൾ രക്ഷയുടെ സ്നേഹ സന്ദേശം പ്രാവർത്തികമാക്കാതെ ബാഹ്യമായ പ്രകടനങ്ങളിൽ മാത്രം ഒതുങ്ങിപ്പോയ ഞങ്ങളുടെ സ്നേഹശൂന്യതയെ ക്രിസ്തുമസ് സർവ്വജനത്തിനുമുള്ള മഹാസന്തോഷമാണെന്ന് ഞങ്ങൾ അറിയുന്നുവെങ്കിലും ഈ സന്തോഷം മറ്റുള്ളവരുമായും വിശിഷ്യ ദുഃഖത്തിലും വേദനയിലും കഴിയുന്നവരുമായും നീതിയും അവസരങ്ങളും നിഷേധിക്കപ്പെട്ടവരുമായും പങ്കുവയ്ക്കുന്നതിലുള്ള ഞങ്ങളുടെ വീഴ്ചകളെ ദാസരൂപമെടുത്ത് തന്നെത്താൻ ഒഴിച്ച ദൈവപുത്രൻ്റെ ക്രിസ്തുമസ് ഞങ്ങൾ ആഘോഷപൂർവ്വം കൊണ്ടാടുമ്പോൾ പരിത്യജിക്കുന്നതിനുള്ള മനസ്സും സ്വയം ശൂന്യമാക്കുന്നതിനുള്ള ഭാവവും നഷ്ടപ്പെടുത്തിയ ഞങ്ങളുടെ ബലഹീനതകളെ സർവസൃഷ്ടിക്കും രക്ഷാകരമായ ദൈവകൃപയിൽ ജഡം ധരിച്ച യേശുക്രിസ്തുവിൽ തൻ്റെ നിത്യ തേജസ്സിനായി നമ്മെ വിളിച്ചിരിക്കുന്ന സർവകൃപാലുവായ ദൈവം നമ്മെ യഥാസ്ഥാനപ്പെടുത്തി ഉറപ്പിച്ച് ശക്തീകരിക്കട്ടെ. ആമേൻ. ഞങ്ങളുടെ പാപങ്ങളിൽ നിന്ന് ഞങ്ങളെ വീണ്ടെടുത്ത യേശുവേ, നിനക്ക് മഹത്വം ഉണ്ടാകട്ടെ. സർവജനത്തിനുമുള്ള മഹാസന്തോഷത്തിൻ്റെ സുദിനത്തിൽ
ഞങ്ങൾക്കും മറ്റുള്ളവർക്കും വേണ്ടി കഴിക്കുന്ന അപേക്ഷകൾ നാഥ നീ കൈക്കൊള്ളണമേ. ക്രിസ്മസിൽ കൂടി ലഭ്യമാകുന്ന പ്രത്യാശയുടെയും സമാധാനത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും ചാലകങ്ങളായി ജീവിക്കുവാൻ ഞങ്ങളെ നീ സഹായിക്കണമേ. നീ ഞങ്ങളെ തേടി വന്നതുപോലെ മുഴുപ്രപഞ്ചത്തിൻ്റെയും ആത്മാവിലേക്ക് ഇറങ്ങി ചെല്ലുവാൻ ഞങ്ങളെ പ്രാപ്തിപ്പെടുത്തണമെന്ന് യേശുക്രിസ്തു മൂലം ഞങ്ങൾ അപേക്ഷിക്കുന്നു. ആമേൻ. സമർപ്പണ പ്രാർത്ഥനയ്ക്കായി ഗായസംഘങ്ങൾക്ക് അതാത് സ്ഥാനത്ത് എഴുന്നേറ്റ് നിൽക്കാം. ഈ പ്രാർത്ഥന പട്ടക്കാരൻ്റെ പിന്നാലെ ചൊല്ലണം. നിന്റെ ദയ എന്നേക്കുമുള്ളതാകയാൽ അങ്ങയെ സ്നേഹിക്കുവാൻ സംഗീതോപകരണങ്ങളെ ലേവ്യർക്ക് നൽകിയ ദൈവമേ, ഞങ്ങളുടെ സ്തുതികളും ഗാനങ്ങളും കൈക്കൊണ്ട് ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ആത്മാവ് കൊണ്ടും ബുദ്ധി കൊണ്ടും ചന്തമായും ഉചിതമായും പാടുന്നതിന് ഞങ്ങളെ പ്രാപ്തരാക്കുകയും ഈ ആയുസ്സിന് ശേഷവും അങ്ങയുടെ സിംഹാസനത്തിൻ്റെ ചുറ്റും ആരാധിക്കുന്നവരോട് കൂടെ ഞങ്ങളും കാണപ്പെടുവാൻ നിർമ്മല ഹൃദയവും വെടിപ്പുള്ള അധരവും നൽകി വിശുദ്ധ ജീവിതം നയിക്കുവാൻ കൃപ തരണമെന്ന് സ്വർഗത്തിലെ സകലധികാരവും മഹത്വവും ഞങ്ങൾക്ക് വേണ്ടി ഉപേക്ഷിച്ച് ഈ ലോകത്തിലേക്ക് ഇറങ്ങി വന്ന യേശുക്രിസ്തു മൂലം ഞങ്ങൾ യാചിക്കുന്നു. ആമേൻ. Now, the first lesson will be read to us by Mr. Worky Chako, Church Secretary, Muscat CSI Church. ഒന്നാം പാഠം ഇപ്പോൾ വായിച്ചു കേൾക്കാം. ഇന്നത്തെ ഈ ശുശ്രൂഷയിലേക്ക് നിശ്ചയിച്ചിരിക്കുന്ന ഒന്നാം പാഠം യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 9-ാം അധ്യായം 1-ാം വാക്യം മുതൽ 7-ാം വാക്യം വരെ എഴുതപ്പെട്ടിരിക്കുന്ന ദൈവവചനങ്ങളെ ശ്രദ്ധിപ്പിൻ. യെശയ്യാവ് 9:1 മുതൽ 7 വരെ. എന്നാൽ കഷ്ടതയിലിരുന്ന ദേശത്തിന് തിമിരം നിൽക്കയില്ല. പണ്ടവൻ സെബുലൂൺ ദേശത്തിനും നഫ്താലി ദേശത്തിനും ഖീനത വരുത്തിയെങ്കിലും പിന്നത്തേതിൽ അവൻ കടൽ വഴിയായി യോർദാൻ അക്കരെയുള്ള ജാതികളുടെ മണ്ഡലത്തിന് മഹത്വം വരുത്തും. ഇരുട്ടിൽ നടന്ന ജനം വലിയൊരു വെളിച്ചം കണ്ടു. അന്ധതമസ്സുള്ള ദേശത്ത് വാർത്തകളുടെ മേൽ പ്രകാശം ശോഭിച്ചു. നീ വർദ്ധിപ്പിച്ചിട്ടില്ലാത്ത ജാതിയെ വർദ്ധിപ്പിക്കുന്നു. അവർ നിൻ്റെ സന്നിധിയിൽ സന്തോഷിക്കുന്ന സന്തോഷം കൊയ്ത്തുകാലത്തിലെ സന്തോഷം പോലെയും കൊള്ള പങ്കിടുമ്പോൾ ആനന്ദിക്കുന്നത് പോലെയും ആകുന്നു. അവൻ ചുമക്കുന്ന നുകവും അവൻ്റെ ചുമലിലെ കോലും അവനെ ദണ്ഡിപ്പിക്കുന്നവൻ്റെ വടിയും മിദ്യാൻ്റെ നാളിലെ പോലെ നീ ഒടിച്ചു കളഞ്ഞിരിക്കുന്നു. ഒച്ചയോടെ ചവിട്ടി നടക്കുന്ന യോദ്ധാവിൻ്റെ ചെരുപ്പൊക്കെയും രക്തം പുരണ്ട വസ്ത്രവും പിറകുപോലെ തീക്ക് ഇരയായിത്തീരും. നമുക്കൊരു ശിശു ജനിച്ചിരിക്കുന്നു, നമുക്കൊരു മകൻ നൽകപ്പെട്ടിരിക്കുന്നു. ആധിപത്യം അവൻ്റെ തോളിലിരിക്കും. അവൻ അത്ഭുതമന്ത്രി, വീരനാം ദൈവം, നിത്യപിതാവ്, സമാധാന പ്രഭു എന്ന് പേർ വിളിക്കപ്പെടും. അവൻ്റെ ആധിപത്യത്തിൻ്റെ വർധനയ്ക്കും സമാധാനത്തിനും അവസാനമുണ്ടാകിയില്ല. ദാവീദിൻ്റെ സിംഹാസനത്തിലും അവൻ്റെ രാജ്യത്വത്തിലും ഇന്നു മുതൽ എന്നേക്കും അവൻ അതിനെ ന്യായത്തോടും നീതിയോടും കൂടെ സ്ഥാപിച്ച് നിലനിർത്തും. ഇവിടെ പാഠഭാഗം അവസാനിക്കുന്നു. Thank you for the word of God we heard. And now I invite Mr. Sajit Koshi, the church warden of CSI St. James Church, to deliver the welcome address. ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. സർവശക്തൻ്റെ വലിയ കൃപയാൽ ഈ വർഷവും ഗൾഫിലെ CSI സഭകൾക്ക് സംയുക്തമായി എസ്പെറൻസ 2024 യൂട്യൂബ് പ്ലാറ്റ്ഫോമിലൂടെ നടത്തുവാൻ സാധിച്ചതിന് സർവശക്തനായ ദൈവത്തിന് സ്തുതിയും സ്തോത്രവും അർപ്പിക്കട്ടെ. ഇന്നത്തെ കരോൾ സർവീസിന് ക്രിസ്മസ് മെസ്സേജ് നൽകുന്ന മധ്യകേരള മഹായുടെ ബിഷപ്പ് അഭിവന്യ റൈറ്റ് റവറൻഡ് ഡോക്ടർ മലയിൽ സാബു കോശി ചെറിയാൻ ബിഷപ്പിനെ ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. അബുദാബി CSI മലയാളം പാരിഷ് വികാർ റവറൻഡ് ബിജു കുഞ്ഞമ്മൻ, കൊയർ മാസ്റ്റർ ആൻഡ് കൊയർ മെമ്പേഴ്സ്. അമദി CSI സെൻറ്റ് പോൾസ് ചർച്ച് വികാർ റവറൻഡ് ബിജോയ് പി ജോസഫ്, കൊയർ മാസ്റ്റർ ആൻഡ് കൊയർ മെമ്പേഴ്സ്. ബഹ്റിൻ CSI മലയാളം പാരിഷ് വികാർ റവറൻഡ് മാത്യൂസ് ഡേവിഡ്, കൊയർ മാസ്റ്റർ ആൻഡ് കൊയർ മെമ്പേഴ്സ്. ദോഹ CSI സെൻറ്റ് തോമസ് ചർച്ച് വികാർ റവറൻഡ് ജോൺ മത്തായി, കൊയർ മാസ്റ്റർ ആൻഡ് കൊയർ മെമ്പേഴ്സ്. ദുബായ് CSI പാരിഷ് മലയാളം വികാർ
Reverend Raju Jacob, choir master and choir members. Jebel Ali CSA All Saints Parish Vicar, Reverend Charles M. Jeril, choir master and choir members. Kuwait CSA St. Peter's Congregation Vicar, Reverend C.M. Pen, choir master and choir members. Salala St. Paul CSA Parish Vicar, Reverend Dinesh Babu, Sharjah CSA Parish Vicar, Reverend Sunil Raj Philip, choir master and choir members. എന്നീ പ്രിയപ്പെട്ടവരെ ഇന്നത്തെ പ്രോഗ്രാമിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ ഈ കരോൾ സർവീസ് ഹോസ്റ്റ് ചെയ്യുന്ന മസ്കറ്റ് സെൻറ്റ് ജെയിംസ് CSA ചർച്ച് വികാർ റെവറൻഡ് സാം മാത്യു കാവുങ്കൽ, കൊയർ മാസ്റ്റർ, അസിസ്റ്റന്റ് കൊയർ മാസ്റ്റർ, ഗായസംഘ അംഗങ്ങൾ, ചർച്ച് കമ്മിറ്റി മെമ്പേഴ്സ് എന്നിവരെ ഇന്നത്തെ പ്രോഗ്രാമിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. GCC രാജ്യങ്ങളിലെ എല്ലാ CSA മെമ്പേഴ്സിനെയും ഈ പ്രോഗ്രാം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ഇന്നത്തെ പ്രോഗ്രാമിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. Thank you, Mr. Saji Tikoshi, for your kind words of welcome. To prepare us to be in the spirit of Christmas, the choir will begin their first carol, O Come, All Ye Faithful. The invitation for us today is to come, adore the one who bought our healing, our wholeness, and our peace with God. Singing Christmas carol songs in churches is much cherished and centuries-long tradition during the Christmas season. Carols are festive songs that spread joy, promote goodwill,
giving the Spirit to celebrate the birth of Jesus. Church carols convey love, peace, unity, and strengthens relationship within the church and larger community by fostering a joyful atmosphere when sung by the church choirs. Let's listen to the carols of different choirs of GCC area. And now, Abu Dhabi CSI Malayalam Parish Choir will present their carol. Beloved in Christ, greetings in the name of our Lord and Savior Jesus Christ. Christmas is a time of joy, happiness, and peace. Let us also become messengers of this good news. Let us sing with the Church of South India Parish Abu Dhabi Choir as the angels sing that the Lord is born as the Savior of the world. The song Isse, composed by Philip Kern, is based on a traditional Ethiopian Christian song. We sincerely thank Abu Dhabi Choir for the beautiful carol. Truly, the song brought to our hearts the soul of Christmas, the joy and the spirit. Here comes Ahmadi Kuwait CSI St. Paul's Church Choir with the carol song. വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം 19 അധ്യായം 40 വാക്യത്തിൽ യേശു പറയുന്നു, ഇവർ മിണ്ടാതിരുന്നാൽ കല്ലുകൾ ആർത്തു വിളിക്കും. ഭൂമിയിലെ ദൈവിക ജനനവും മാനവരോടുള്ള സ്നേഹവും അനുകമ്പയും പ്രകടമാക്കുന്ന ആ മനോഹര രാവ്, മാനവസ്നേഹത്തിൽ സ്വർഗത്തിൽ നിന്ന് ഉരുവിലേക്ക് സർവാധികാരങ്ങളും ത്വജിച്ച് ഭൂമിയിലേക്ക് മനുഷ്യനായി ഇറങ്ങി വന്ന യേശുദേവൻ്റെ നാമം വാഴ്ത്താൻ ഒത്തുചേരുന്ന മാലാഖ വൃന്ദത്തോടൊപ്പം നരരെയും ആഹ്വാനം ചെയ്യുന്നു. ഇന്നീ രാവിൽ ഞങ്ങളുടെ ഹൃദയങ്ങളിലെ ഇരുട്ടിനെ അകറ്റണമേ, ഞങ്ങളുടെ അധരങ്ങളെ തുറക്കണമേ,
കുറവുകളെ പൊറുക്കേണമേ. ഈ അപേക്ഷയുടെ ഗാനം സെയിൻറ്റ് പോൾസ് ഗായക സംഘം ആലപിക്കുന്നു. നിങ്ങൾ പാടിയില്ലെങ്കിൽ കല്ലുകൾ പാടും എന്നരുളിയ ദേവ എന്ന ഗാനത്തിലൂടെ. ശ്രീ ജോർജ് എം കോശി ഈ ഗാനം രചിക്കുകയും സംഗീതം നൽകുകയും ചെയ്തിരിക്കുന്നു. ഇത് ചിട്ടപ്പെടുത്തിയിരിക്കുന്നത് ശ്രീ എം തോമസ് തോമസ്. നിങ്ങൾ പാടിയില്ലെങ്കിൽ കല്ലുകൾ പാടും എന്നരുളിയ നാഥ. Paris.
Thank you, Ahmadi Choir, for the wonderful carols. It was such a joy to hear your voices and sharing the spirit of Christmas. Now, the second lesson will be read to us by the representative of Jebel Ali Church. The second lesson for today is taken from the Gospel of Matthew, chapter 1, verses 18 to 25. Gospel of Matthew, chapter 1, verses 18 to 25. This is how the birth of Jesus, the Messiah, came about. His mother, Mary, was pledged to be married to Joseph, but before they came together, she was found to be pregnant through the Holy Spirit. Because Joseph, her husband, was faithful to the law and yet did not want to expose her to public disgrace, he had in mind to divorce her quietly. But after he had considered this, an angel of the Lord appeared to him in dream and said, "Joseph, son of David, do not be afraid to take Mary home as your wife, because what is conceived in her is from the Holy Spirit. She will give birth to a son, and you are to give him the name Jesus, because he will save his people from their sins." All this took place to fulfill what the Lord had said through the prophet. The virgin will conceive and give birth to a son, and they will call him Emmanuel, which means God with us. When Jesus woke up, he did what the angel of the Lord had commanded him and took Mary home as his wife. But he did not consummate their marriage until she gave birth to a son, and he gave him the name Jesus. Here ends the reading. Thank you, Jebel Ali Church, for the second lesson. Now, Bahrain CSI Malayali Parish Choir will present the carol. ശോഭനരാത്രിയിൽ ഭൂമിയിൽ സന്തോഷമുയർത്തിക്കൊണ്ട് മാനവരുടെ പാപം മോചിക്കുവാൻ പ്രവാചകന്മാരുടെ പ്രവചനങ്ങൾ നിവർത്തിയാക്കുവാൻ രക്ഷകൻ പിറന്നു. നീലാംബരത്തിൽ തിളങ്ങി നിൽക്കുന്ന താരകങ്ങളുടെ ശോഭ നമുക്കൊന്നിച്ചാസ്വദിക്കാം. അഡ്വക്കേറ്റ് സൂസൻ ജോർജ് രചനയും അബ്രഹാം ജോർജ് അഞ്ചേരി സംഗീതവും നിർവഹിച്ച നീലാംബരത്തിൽ ചിന്നും താരകങ്ങളെ എന്ന മനോഹര ഗാനം നമുക്ക് ശ്രവിക്കാം. നീലാംബരത്തിൽ ചിന്നും താരകങ്ങളെ. നീലാംബരത്തിൽ ചിന്നും താരകങ്ങളെ പാരാകെ പൂനിലാപം പിന്നിലാപം ദൂരെയാ കാളികൂടത്തേരെയും അത്ഭുതം താരമൊന്നുദിച്ചിതാ ദൂരെയാ കാളികൂടത്തേരെയും അത്ഭുതം താരമൊന്നുദിച്ചിതാ. നീലാംബരത്തിൽ ചിന്നും താരകങ്ങളെ പാരാകെ പൂനിലാപം പിന്നിലാപം ദൂരെയാ
Thank you, Bahrain Choir, for the heartwarming carols. Your song made this Christmas ever more special, filling our hearts with warmth and happiness. Here comes Doha CSI St. Thomas Church Choir with the carol song. ആ മനോഹര നീലരാവിൽ താരാഗണങ്ങൾ കണ്ണു ചിമ്മി ഉണർന്നപ്പോൾ സ്നേഹാതിരേഖത്താൽ ഒരു പൊൻതാരകം മിഴി തുറക്കുന്നു. വിണ്ണിൻ രക്ഷയ്ക്കായി വികൃതമായി പോയ ലോകത്തിൻ്റെ മനസ്സാക്ഷിയെ സുഹൃതമാക്കാൻ ജീവന്റെ നിറവായി രക്ഷകൻ വന്ന സുദിനം എത്രയോ ചലനാത്മകം. ആ സൂര്യ തേജസ്സിനെ കണ്ടു വണങ്ങി പൊന്നു മൂര് കുന്തിരിക്കം നൽകുവാൻ 3 രാജാക്കന്മാരെത്തി. ആ നീലരാവിൽ തെളിയും താരാഗണം. ദോഹ ഖത്തർ സെന്റ് തോമസ് CSI ചർച്ച് മലയാളം കോൺഗ്രിഗേഷൻ അവതരിപ്പിക്കുന്നു വേർഡ്സ് ആൻഡ് മ്യൂസിക് ബൈ മിസ്റ്റർ അനീഷ് ബ്രൂസ്, അറേഞ്ച്ഡ് ബൈ മിസ്റ്റർ ലുലു മാത്യു അലക്സ്.
Thank you, Doha Choir, for the carol that reminded us of the true meaning of Christmas and helping us to experience the beauty of Christmas. Now, Dubai CSA Malayalam Parish Choir will present the carol. For unto us a child is born is a triumphant and joyful anthem that celebrates the birth of Jesus Christ, heralding the good news of his arrival into the world. The words, taken from the book of Isaiah chapter 9 verse 6, proclaims the birth of a child who will bring hope, peace and salvation to humanity. Handel's masterful composition, Messiah, elevates the powerful biblical message, reminding all of the profound impact of Christ's birth. Accompanied by Joshua Juby Abraham on the keyboard, the choir will now present For Unto Us a Child is Born. We pray that your hearts will feel the powerful truth of this prophecy, no matter what you may be going through. Jesus is the mighty God, the everlasting Father, the Prince of Peace. For unto us a child is born, unto us a son is given, unto us a son is given. For unto us a child is born. For unto us a child is born. Unto us a son is given. Unto us a son is given. For unto us a child is born. For unto us a child is born. Unto us a son is given. Unto us a son is given. Unto us a son is given. A son is given. And the government shall be upon his shoulder. And the government shall be upon his shoulder. And the government shall be upon his shoulder. And his name shall be called Wonderful Counselor, the mighty God, the everlasting Father, the Prince of Peace. Unto us a child is born. Unto us a child is born. Unto us a son is given. Unto us a child is born. Unto us a son is given. And the government shall be upon his shoulder. And the government shall be upon his shoulder. And his name shall be called Wonderful Counselor, the mighty God, the everlasting Father, the Prince of Peace. Unto us a child is born.
Thank you, Dubai Choir, for the beautiful carol. The song brought a sense of joy and peace in our hearts. It was such a joy to hear from you, and it set the tone for a joyful Christmas. Now, the third lesson will be read to us by the representative of Abu Dhabi Church. The reading for today is taken from the Gospel of Luke, chapter 2, verses 1 to 6. I repeat, Luke chapter 2, verses 1 to 6. In those days, Caesar Augustus issued a decree that a census should be taken of the entire Roman world. This was the first census that took place while Quirinius was the governor of Syria. And everyone went to their own town to register. So Joseph also went up from the town of Nazareth in Galilee to Judea to Bethlehem, the town of David, because he belonged to the house and line of David. He went there to register with Mary, who was pledged to be married to him and was expecting a child. While they were there, the time came for the baby to be born. Here ends the lesson. Thank you, Abu Dhabi Church, for the third lesson. Here comes Jebel Ali CSI St. Thomas Church Choir with the carol song. What was so special about the baby Jesus? Was it merely the extraordinary story of his virgin birth that made him so wonderful? No, it was not just the story of his birth, but what this baby represents to all humanity. For as the prophet Isaiah foretold, for to us a child is born, to us a son is given, and the government will be on his shoulder, and he will be called Wonderful Counselor, Mighty God, Everlasting Father, Prince of Peace. It is through this child that God's plan of salvation unfolds that makes him truly wonderful. As the choir renders this beautiful carol arranged by Joel Rani, let us rejoice with them at the birth of our Savior. Jesus, what a wonderful child. Jesus, oh, what a wonderful child. Jesus, Jesus, so lowly, meek and mild. New life, new hope, new joy he brings. Won't you listen to the angels sing? Glory, glory, glory to the newborn King. He was heralded by the angels, born in a lonely manger. The Virgin Mary was his mother, and Joseph was his earthly father. 3 wise men came from afar. They were guided by a shining star to see King Jesus, where he lay in a manger filled with clay. Jesus, my Jesus, oh, what a wonderful Jesus, oh, Jesus, so made so lowly, meek and mild. New life, new hope, new joy he brings. Won't you listen to the angels sing? They're singing glory, glory, glory to the newborn King. See the little baby lying in a manger. Amen, amen, amen. What did they call him? They named him King Jesus. Amen, amen, amen. Jesus, oh Jesus, my Lord, what a wonderful child.
hope, new joy he brings. Want to listen to the angels sing. Glory, glory, glory to the newborn King. Glory to the newborn King. Glory to the newborn King. Jesus, what a Thank you, Jebel Ali Choir, for the wonderful carols. It was such a joy to hear from you, and it set the tone for a joyful Christmas. എസ്പെറൻസ 2024 GCC മലയാളം ചർച്ചസിൻ്റെ ജോയിൻറ്റ് ക്രിസ്മസ് കരോൾ സർവീസിൽ ക്രിസ്മസ് സന്ദേശം നൽകുവാനായി നമ്മുടെ മധ്യത്തിലേക്ക് വന്നിരിക്കുന്നത് CSI മധ്യകേരള മഹാടവക അധ്യക്ഷൻ റൈറ്റ് റവറൻ ഡോക്ടർ മലയിൽ സാബു കോശിച്ചെറിയാൻ ബിഷപ്പാണ്. നമ്മുടെ ആത്മീയ ആചാര്യനും നമ്മുടെ നല്ല ഇടയനുമായ ബിഷപ്പ് മിഡിൽ ഈസ്റ്റേൺ CSI ചർച്ചസ് നൽകുന്ന നേതൃത്വം വളരെ വലിയതാണ്. കമ്മിറ്റിയായി തിരുമേനിയെ മുഖ്യ സന്ദേശത്തിനായി ക്ഷണിച്ചപ്പോൾ വളരെ സന്തോഷത്തോടെ നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ക്രിസ്മസ് സന്ദേശം നൽകുവാനായി ആഗതനായിരിക്കുന്ന അഭിവന്ദ്യ ബിഷപ്പിനെ ആദരപൂർവം സ്വാഗതം ചെയ്യുന്നു. We are glad to have our bishop, Right Reverend Dr. Malayil Sabu Koshi-Cherian, with us this evening. He is our spiritual leader and a great shepherd who lead Middle Eastern CSI churches all these years. On behalf of CSI congregations and on behalf of CSI St. James Church Muscat, I humbly invite Bishop to deliver the Christmas message this evening. വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 2-ാം അധ്യായം 10-11 വാക്യങ്ങൾ. ഭയപ്പെടേണ്ട, സർവ്വജനത്തിനും ഉണ്ടാകുവാനുള്ള ഒരു മഹാസന്തോഷം ഞാൻ നിങ്ങളോട് സുവിശേഷിക്കുന്നു. കർത്താവായ ക്രിസ്തു എന്ന രക്ഷിതാവ് ഇന്ന് ദാവീദിൻ്റെ പട്ടണത്തിൽ നിങ്ങൾക്കായി ജനിച്ചിരിക്കുന്നു. ഇന്ന് നിങ്ങൾക്കായി ജനിച്ചിരിക്കുന്നു. ദൈവ തിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഗൾഫ് റീജിയനിലുള്ള CSI കോൺഗ്രിഗേഷൻസിന് എല്ലാം ചേർന്ന് ഇപ്രകാരം ഒരു ക്രിസ്മസ് കരോൾ ക്രമീകരിക്കാൻ സാധിക്കുന്നു എന്നത് ഏറെ സന്തോഷമാണ്. എസ്പെറൻസ 24 എന്ന പേര് നൽകി നിങ്ങളത് ക്രമീകരിക്കുന്നു. മസ്കറ്റ് കോൺഗ്രിഗേഷൻ അത് ഹോസ്റ്റ് ചെയ്യുന്നു. നിങ്ങളെല്ലാവരെയും ഏറെ സന്തോഷത്തോടെ അഭിനന്ദിക്കട്ടെ. ക്രിസ്തുവിൻ്റെ തിരുപ്പിറവിയെ ഓർക്കുന്നതിന്, അതിൻ്റെ സന്തോഷം മറ്റുള്ളവരുമായി പങ്കുവെക്കുന്നതിന്, അതുമാത്രമല്ല ആ സന്തോഷത്തിൻ്റെ ഭാഗമാകുവാൻ നമുക്ക് ഓരോരുത്തർക്കും നമ്മളുടെ കുടുംബങ്ങൾക്കും ഇടയാകത്തക്കവണ്ണം വളരെ ക്രമീകൃതമായി ഈ കരോൾ ക്രമീകരിച്ചിരിക്കുന്നല്ലോ. എന്താണ് ക്രിസ്മസ് നമുക്ക് നൽകുന്ന വലിയ സന്ദേശം? ലോകം അശാന്തിയുടേതാണ്. പ്രതിസന്ധികൾ ധാരാളമുള്ളൊരു ലോകത്തിൽ നാം ജീവിക്കുന്നു. യുദ്ധങ്ങളും യുദ്ധശ്രുതികളും മനുഷ്യനെ അലട്ടിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ആകമാനം നാം ചിന്തിക്കുമ്പോൾ അശാന്തിയുടെ ഒരു ലോകത്തിലാണ് നാം ജീവിക്കുന്നത്. അസ്വസ്ഥതയും അശാന്തിയുമുള്ളൊരു ലോകത്തിൽ ക്രിസ്തു പറയുക, നിങ്ങൾക്കെല്ലാം സമാധാനമെന്ന്. നാം ആഗ്രഹിക്കുന്നത് ഇത് തന്നെയല്ലേ? ഓരോ വ്യക്തി ജീവിതങ്ങളും ഓരോ കുടുംബവും ആഗ്രഹിക്കുന്നതും ഈ ശാന്തിയുടെ സമാധാനത്തിൻ്റെ അനുഭവങ്ങളല്ലേ? എന്നാൽ പലപ്പോഴും നമുക്ക് ഇന്ന് നഷ്ടപ്പെടുന്നത് ഈ ശാന്തിയാണ്. അതുകൊണ്ട് സമാധാനത്തിൻ്റെ ദൂതുവാഹകരാകുവാൻ ക്രിസ്തു നമ്മളെ ലോകത്തിലാക്കിയിരിക്കുന്നു. ഈ വേദഭാഗം ലൂക്കോസിൻ്റെ സുവിശേഷം 2-ാം അധ്യായം ആട്ടിടയരുമായുള്ള ബന്ധത്തിലാണ് അവിടെ രേഖപ്പെടുത്തുന്നത്. ഒരുപക്ഷെ എനിക്കറിയില്ല നിങ്ങൾ എത്ര പേർക്ക് ആട്ടിടയന്മാരുമായി അടുത്തിടപഴകുന്നതിന്
സാധിച്ചിട്ടുണ്ട് എന്ന്. ഞങ്ങൾ ആന്ധ്രയിൽ മിഷണറിമാരായി പ്രവർത്തിച്ച കാലഘട്ടം ഞങ്ങളുടെ താമസ സ്ഥലത്തിനോട് ചേർന്നുള്ള വീടുകൾ ആട്ടിടയന്മാരുടേതായിരുന്നു. 200 അതിലധികം ആടുകളുള്ള ആട്ടിടയന്മാർ. അവരുടെ സർവസ്വമെന്ന് പറയുന്നത് ആടാണ്. അവരുടെ സമ്പത്തെന്ന് പറയുന്നത് ആടാണ്. അതിനെ മേയിക്കുന്നതിന് ഇവർ ഇറങ്ങിപ്പുറപ്പെടും. പോയാൽ ഒരാഴ്ച 2 ആഴ്ചയൊക്കെ കഴിഞ്ഞാൽ തിരികെ വരുന്നത്. എന്ത് കാണും? ഈ ആടിനോടൊപ്പം പോകുമ്പോൾ ഇവരുടെ കൈവശം ഒരു വലിയ ബ്ലാങ്കറ്റ് കാണും, ഒരു വടിയും ഒരു കത്തിയും. ഇതുമായിട്ടാണ് അവർ പോകുന്നത്. ഈ ആടിൻ്റെ സംരക്ഷണത്തിന് വേണ്ടി ജീവിക്കുന്ന ആട്ടിടയന്മാർ. അവർ അങ്ങനെയുള്ള ആട്ടിടയന്മാരുമായുള്ള ചിന്തയിലായി ഭാഗത്ത് എഴുതിയിരിക്കുന്നത്. ആ ഭാഗത്ത് കാണുകയാണ് ഈ ആട്ടിടയന്മാർ. അവരുടെ പ്രത്യേകത എന്താ? അവർ നിസ്വാർത്ഥമായ ഒരു സേവനം എന്ന് പറയാം. തങ്ങളുടെ ആരോഗ്യമൊക്കെ തൃണവൽഗണിച്ചുകൊണ്ട് ഈ ആട്ടിടയന്മാർ പ്രവർത്തിക്കുന്നതിനെപ്പറ്റി കാണുന്നു. ആടുകളുടെ സംരക്ഷകരായി ജീവിക്കുന്നു. നിസ്വാർത്ഥമായ സേവനം ചെയ്യുന്നതായ ആളുകൾ. അതുമാത്രമോ, അവരുടെ പ്രവർത്തനത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്. അവർ വളരെ ഇന്നസെൻ്റായി ഇടപെടുന്നവരാണ്. നിഷ്കളങ്കരായി ഇടപെടുന്ന ആളുകൾ. തങ്ങളുടെ പോലും ആരോഗ്യവും തങ്ങളുടെ സുഖസൗകര്യങ്ങളും ഒക്കെ തൃണവൽഗണിച്ച് ഈ ആടുകൾക്ക് വേണ്ടി ജീവിതം ഹോമിക്കുന്നതായ നിഷ്കളങ്കരായ ആളുകൾ. ഈ ആളുകൾക്കാണ് ദൂതൻ പ്രത്യക്ഷനായി പറയുന്നത്, നിങ്ങൾക്ക് സമാധാനം എന്ന് പറയുന്നു. വേറൊരർത്ഥത്തിൽ പറഞ്ഞാൽ സർവ്വജനത്തിനും ഉണ്ടാകുവാനുള്ളൊരു മഹാസന്തോഷം ഘോഷിക്കുന്നത് ഈ ആട്ടിടയരോടാണ്. നിഷ്കളങ്കമായി ജീവിക്കുന്ന, ദൈവമേൽപ്പിക്കുന്ന ഉത്തരവാദിത്വങ്ങളിൽ വിശ്വസ്തയോടെ പ്രവർത്തിക്കുന്ന ആളുകൾക്കാണ് ക്രിസ്തുവിൻ്റെ സാമീപ്യമുള്ളത് എന്ന് നമ്മളെ ഓർമ്മപ്പെടുത്തുന്നു. അതുകൊണ്ട് ക്രിസ്മസ് നമുക്ക് നൽകുന്ന വലിയ സന്ദേശം അവിടെയാണ്. അവർക്കുണ്ടായിരുന്ന സർവസ്വത്വത്തിനെയും മാറ്റിവെച്ചിട്ടാണ് ഈ ക്രിസ്തുവിനെ കാണുവാനായി ഇറങ്ങിപ്പുറപ്പെടുന്നത്. അവിടെ നമ്മൾ കാണാം, അല്പം കൂടെ താഴേക്ക് വായിച്ചു വരുമ്പോൾ കാണുന്നുണ്ട്, അവർ അന്യോന്യം എൻകറേജ് ചെയ്യുക, അന്യോന്യം പ്രോത്സാഹിപ്പിക്കുന്നു ക്രിസ്തുവിനെ കാണുവാൻ. ആ പ്രോത്സാഹനമാണ് അവരുടെ സർവസ്വവും മാറ്റിവെച്ചിട്ട് ക്രിസ്തുവിനെ കാണുവാനായി ഇറങ്ങിപ്പെടുന്നത്, ആ ശിശുവിനെ കാണുവാനായി ഇറങ്ങിപ്പുറപ്പെടുന്നത്. ക്രിസ്മസ് നൽകുന്ന ദൂതുകളിൽ പ്രധാനപ്പെട്ടവ ഇവയല്ലേ? ഒരു ഭാഗത്ത് നിഷ്കളങ്കമായ ജീവിതം നയിക്കുവാൻ, നിസ്വാർത്ഥമായി അധ്വാനിക്കുവാൻ, ക്രിസ്തുവുമായുള്ള ബന്ധത്തിലേക്ക് മറ്റുള്ളവരെ നയിക്കുവാൻ, അവർക്ക് പ്രോത്സാഹനം നൽകുവാൻ ഈ ക്രിസ്മസ് നമ്മളെ ആഹ്വാനം ചെയ്യുക. ആ സന്തോഷം അനുഭവിക്കുന്നത് ഇങ്ങനെയുള്ള ആളുകളാണ്. അവരുടെ ജീവിതത്തിൻ്റെ സന്തോഷവും സമാധാനവും യഥാർത്ഥമായി ലഭിക്കുന്നത് ക്രിസ്തുവുമായുള്ള ബന്ധത്തിൽ നാം എത്തുമ്പോഴാണ്. ആ ബന്ധത്തിൽ ജീവിപ്പാൻ ദൈവം നമ്മെ ബലപ്പെടുത്തട്ടെ. ഇത് നമ്മുടെ വ്യക്തി ജീവിതങ്ങളിൽ സമാധാനം നൽകുന്നു, നമ്മുടെ കുടുംബ ജീവിതങ്ങളിൽ സമാധാനം നൽകുന്നു. ഇത് നമ്മൾ പ്രത്യേകം ഓർത്തിരിക്കേണ്ട കാര്യമല്ലേ? കുടുംബ ബന്ധങ്ങൾ ശിഥിലമാകുന്നൊരു ലോകത്തിലാണ് ഇന്ന് ജീവിക്കുന്നത്. ബന്ധങ്ങൾക്ക് അധികം വില കൽപ്പിക്കാത്തൊരു ലോകത്തിൽ ഈ ക്രിസ്മസ് ഓർമ്മപ്പെടുത്തുന്ന അടുത്ത യാഥാർത്ഥ്യം ബന്ധങ്ങൾക്ക് വില കൽപ്പിക്കണമെന്ന്, പ്രത്യേകിച്ച് കുടുംബ ബന്ധങ്ങൾക്ക്. ഡിവോഴ്സിൻ്റെ എണ്ണം വർദ്ധിച്ചു വരുന്ന ലോകത്തിൽ ജീവിക്കുമ്പോൾ നമ്മളെ ഓർമ്മപ്പെടുത്തുന്നു യോസഫിൻ്റെയും മറിയയുടെയും ജീവിതം. കന്യാമറിയമ്മിന് യോസഫുമായുള്ള വിവാഹത്തിനുള്ള ക്രമീകരണങ്ങളെല്ലാം ചെയ്യുക. എന്നാൽ ദൈവിക ദൂതനിലൂടെ ലഭിക്കുന്ന അരുളപ്പാട്, നീ ഒരു മകനെ പ്രസവിക്കും. അപ്പോൾ കന്യകയായവളിൽ ഉണ്ടാകുന്ന ഒരു വലിയ പ്രതിസന്ധിയുണ്ട്. യോസഫ് അതുകൊണ്ട് അവളെ ഉപേക്ഷിക്കുവാൻ തയ്യാറെടുക്കുക. അന്നത്തെ നിയമങ്ങളൊക്കെ ജോസഫിന് അനുകൂലമാണ്.
അതുകൊണ്ട് ഉപേക്ഷിക്കുവാനുള്ള എല്ലാ അവകാശമുണ്ട്. പുരുഷ മേധാവിത്വമുള്ളൊരു സമൂഹം ഇപ്രകാരമുള്ള സ്ത്രീകളെ കല്ലെറിഞ്ഞു കൊല്ലുവാൻ നിയമങ്ങളുള്ളൊരു സാഹചര്യം, അങ്ങനെയുള്ളൊരു സാഹചര്യത്തിലാണ് യോസഫ് തൻ്റെ ഭാര്യയായി കൈക്കൊള്ളേണ്ടതിന് പകരം ഗൂഢമായി ഉപേക്ഷിക്കുവാൻ തീരുമാനിക്കും. അവിടെയാണ് ക്രിസ്തുവിൻ്റെ ദൈവത്തിൻ്റെ ഇടപെടൽ. പറയുന്നു അവളെ ചേർത്തുകൊള്ളുവാൻ ശങ്കിക്കേണ്ട എന്ന്. നമ്മൾ പലപ്പോഴും ഒന്ന് ചിന്തിക്കേണ്ടതല്ലേ, നമ്മുടെ ചുറ്റുപാടുകളിൽ നമ്മുടെ സമൂഹത്തിൽ കാണുന്ന പല ഡിവോഴ്സുകളും വളരെ ചെറിയ ചെറിയ പ്രശ്നങ്ങളുടെ പേരിൽ ആരംഭിക്കുന്ന വലിയ പ്രശ്നങ്ങളായി വളർന്നു വലുതാകുന്നതല്ലേ? ഈ ക്രിസ്മസ് നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. ചേർത്ത് നിർത്തുവാൻ സാധിക്കേണ്ടതാണ്, ക്ഷമിക്കുവാൻ തയ്യാറാകേണ്ടതാണ്, പങ്കാളിക്ക് വില കൽപ്പിക്കുവാൻ സാധിക്കേണ്ടതാണ് എന്നൊക്കെ നമ്മളെ ക്രിസ്മസ് ഓർമ്മപ്പെടുത്തുന്നു. ഞാനതുകൊണ്ട് എൻ്റെ വാക്കുകൾ ഇവിടെ ചുരുക്കട്ടെ. 2 പ്രധാനമായ മേഖലകളിലേക്കാണ് ഞാൻ നിങ്ങളെ ശ്രദ്ധ കൊണ്ടുവന്നത്. ഒന്ന്, നമ്മുടെ കുടുംബ ബന്ധങ്ങളുടെ പ്രാധാന്യതയും അതിൻ്റെ സംശുദ്ധിയെപ്പറ്റിയും. മറുഭാഗത്ത് വ്യക്തി ജീവിതങ്ങളിൽ നമുക്കുണ്ടാകേണ്ട, നമ്മുടെ പ്രവർത്തന മേഖലകളിൽ ഉണ്ടാകേണ്ട പ്രത്യേകതകളെപ്പറ്റി. നിസ്വാർത്ഥമായി വേല ചെയ്യുവാൻ, നിഷ്കളങ്കതയോടെ ജീവിപ്പാൻ, മറ്റുള്ളവരെ ക്രിസ്തുവിനായി നേടുവാൻ പ്രോത്സാഹനം ചെയ്യുന്നവരായി ജീവിപ്പാൻ, കുടുംബ ബന്ധങ്ങളെ ശക്തമാക്കി നിലനിൽപ്പാൻ ഈ ക്രിസ്മസ് നമ്മെ ആഹ്വാനം ചെയ്യുന്നു. നിങ്ങൾക്കെല്ലാവർക്കും ഒരിക്കൽ കൂടെ അർത്ഥവത്തായ ക്രിസ്മസ് നേരുന്നു. അതോടൊപ്പം തന്നെ 2024 നമ്മെ വിട്ടു പിരിയുന്നല്ലോ, 25ലേക്ക് പ്രവേശിപ്പാൻ ഒരുങ്ങുകയാണല്ലോ. പുതുവർഷത്തിൽ എല്ലാ നന്മയും നേരുന്നു. ദൈവം എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. Thank you, beloved Bishop, for the meaningful and heart-touching Christmas message. We are blessed to have you as the shepherd of our church. We are grateful for your leadership and the impact you have had on our church and families these years. Thank you, Tirumeni. Now, Kuwait St. Peter's CSI Congregation Choir will present the carol. Yet another Christmas, let us rediscover the true meaning of the season and invite the love, peace, and joy of Jesus into our hearts. Let us follow the star and celebrate Jesus' birth. St. Peter's CSI Church Kuwait invites you to rejoice in the spirit of Christmas with our special English song, Come Celebrate Jesus. Get ready to be filled with joy and festive cheer.
Thank you, Kuwait Choir, for the heartwarming carols. Your song made this Christmas even more special, filling our hearts with warmth and happiness. Now, Sharjah CSI Parish Choir will present the carol. As we continue our Christmas celebration, the choir will now present Love Made a Way by Rose Aspinall and Jay Rouse, a beautifully crafted anthem that tells the timeless story of God's love reaching out to humanity. This piece invites us to reflect on the miracle of the Incarnation, the moment when love itself became flesh and dwelt among us in the form of Jesus Christ, and began its journey from the manger to the cross and to eternal glory. As the choir sings, may these words and harmonies stir within us a deep sense of gratitude and admiration for the love that made a way for us all. Even as we sing the carols of his birth, we are reminded that this baby is so much more. His coming means freedom for the captive, sight for the blind, good news for the poor. Jesus is love incarnate, and he alone makes a way home for fallen man. This
Thank you, Sharjah Choir, for the beautiful carol. The song brought a sense of joy and peace in our hearts. It was such a joy to hear from you, and it set the tone for a joyful Christmas. Now, we invite the host church, Muscat St. James Choir, to present the carol. മഞ്ഞണിഞ്ഞ രാവിൽ ദാവീദിന്റെ പട്ടണത്തിൽ ഭയപരവശരായിരുന്ന ഇടയന്മാരോട് ദൂതന്റെ സ്വർഗീയ വർത്തമാനം ഇന്ന് നമ്മോട് വിളിച്ചു പറയുന്നു. ഭയം വേണ്ട, നിരാശ വേണ്ട, നിങ്ങൾക്കായൊരു രക്ഷകൻ ഈ ഭൂമിയിൽ ജാതനായി. നിങ്ങൾ അറിഞ്ഞോ സന്തോഷവാർത്ത എന്ന ഗാനം ക്വയർ നമുക്കായി ആലപിക്കുന്നു. Words and music by Mr. J.A. Thompson, arranged by Professor Abraham C. Matthew. നിങ്ങളറിഞ്ഞോ സന്തോഷവാർത്ത, നിങ്ങളറിഞ്ഞോ സ്വർഗീയ വാർത്ത, വന്നു രക്ഷകൻ നിങ്ങൾക്കായിതാ, വന്നു രക്ഷകൻ നിങ്ങൾക്കായിതാ. നിങ്ങളറിഞ്ഞോ സന്തോഷവാർത്ത, നിങ്ങളറിഞ്ഞോ സ്വർഗീയ വാർത്ത, വന്നു രക്ഷകൻ നിങ്ങൾക്കായിതാ, വന്നു രക്ഷകൻ നിങ്ങൾക്കായിതാ. വിണ്ണിലും മണ്ണിലും ഉത്സവമേളമായി രാജാവിന്റെ തിരുജനനം വിളംബരമായിതാ. വിണ്ണിലും മണ്ണിലും ഉത്സവമേളമായി രാജാവിന്റെ തിരുജനനം വിളംബരമായിതാ. ഓടിയെത്തിയ ജപാലകർ, തേടിയെത്തിയ പണ്ഡിതർ, ഓടിയെത്തിയ ജപാലകർ, തേടിയെത്തിയ പണ്ഡിതർ, പാട്ടുപാടിയും നൃത്തമാടിയും രാജരാജനെ വാഴ്ത്തി, പാട്ടുപാടിയും നൃത്തമാടിയും രാജരാജനെ വാഴ്ത്താം. ഉൾത്തൊഴുത്തിലെ ദേവജാതനെ ദേവരും ആദരിച്ചു, ഉൾത്തൊഴുത്തിലെ ദേവജാതനെ ദേവരും ആദരിച്ചു. നിങ്ങളറിഞ്ഞോ സന്തോഷവാർത്ത, നിങ്ങളറിഞ്ഞോ സ്വർഗീയ വാർത്ത, വന്നു രക്ഷകൻ നിങ്ങൾക്കായിതാ, വന്നു രക്ഷകൻ നിങ്ങൾക്കായിതാ. പാവനമാണീ രാത്രി, സ്നേഹം നിറഞ്ഞ രാത്രി, പുതിയൊരു ഗാനം വേദന ദേവനുയർന്നു. പാവനമാണീ രാത്രി, സ്നേഹം നിറഞ്ഞ രാത്രി, പുതിയൊരു ഗാനം വേദന ദേവനുയർന്നു. നിങ്ങളറിഞ്ഞോ സന്തോഷവാർത്ത, സ്വർഗീയ വാർത്ത, സന്തോഷവാർത്ത, സ്വർഗീയ വാർത്ത, വന്നു രക്ഷകൻ നിങ്ങൾക്കായിതാ, വന്നു രക്ഷകൻ നിങ്ങൾക്കായിതാ. ശാന്തി ശാന്തി ദൂതുമായി മശിഹ ഭൂമിയിൽ പിറന്നു. ശാന്തി ശാന്തി ദൂതുമായി മശിഹ ഭൂമിയിൽ പിറന്നു. Thank you, Muscat Choir, for the heartwarming carols. Your song made this Christmas ever more special, filling our hearts with warmth and happiness. Now we invite Reverend Raju Jacob Achan, Vicar, Dubai Parish, and our senior-most vicar to pronounce the vote of thanks. ദൈവത്തിൻ്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. എക്സ്പെറൻസ 2024 ഇത്രയും ഭംഗിയായിട്ട് നടന്നതോർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. GCCയിലുള്ള
വിവിധ ഇടവകകൾ ഇതിൽ സഹകരിച്ചല്ലോ. എല്ലാവരെയും ഓർത്ത ദൈവത്തിൻ്റെ സ്തോത്രം ചെയ്യുന്നു. ആദ്യമായി നമുക്ക് വളരെ അനുഗ്രഹീതമായ വചനം നൽകിയ നമ്മുടെ ഡയസസൻ ബിഷപ്പ് റൈറ്റ് റവറൻഡ് ഡോക്ടർ മലയിൽ സാബുക്കോശി ചെറിയാൻ ബിഷപ്പിനോടുള്ള GCC എസ്പെറൻസയുടെ പേരിലുള്ള നന്ദി ഞാൻ അറിയിക്കട്ടെ. അതോടൊപ്പം തന്നെ നമ്മുടെ എല്ലാ അച്ഛന്മാർക്കും ഗായക സംഘ അംഗങ്ങൾക്കും കൊയർ മാസ്റ്റേഴ്സിനും എല്ലാ കൊയർ അംഗങ്ങൾക്കും പ്രത്യേകം ഞാൻ നന്ദി പറയുകയാണ്. പ്രത്യേകിച്ച് അബുദാബി പാരിഷ്, അഹമ്മദി കുവൈറ്റ് പാരിഷ്, ബഹ്റിൻ CSI മലയാളം പാരിഷ്, ദോഹ CSI സെൻറ് തോമസ് ചർച്ച് കൊയർ, ദുബായ് CSI മലയാളം പാരിഷ് കൊയർ, ജബലലി CSI ഓൾ സെയിൻസ് പാരിഷ് കൊയർ, കുവൈറ്റ് സെൻറ് പീറ്റേഴ്സ് കോൺഗ്രിഗേഷൻ കൊയർ, സലാല CSI സെൻറ് പോൾസ് പാരിഷ് കൊയർ, അതോടൊപ്പം തന്നെ ഷാർജ CSI പാരിഷ് കൊയർ എന്നിവരോടുള്ള അഗൈതവമായ നന്ദി ഞാൻ ഈ സമയത്ത് രേഖപ്പെടുത്തട്ടെ. ഈ വർഷത്തെ എസ്പെറൻസ 2024 ഹോസ്റ്റ് ചെയ്തത് നമ്മുടെ മസ്കറ്റ് സെൻറ് ജെയിംസ് പാരിഷാണല്ലോ. നമ്മുടെ സാമാത്യു കാവുങ്കൽ അച്ഛൻ്റെ നേതൃത്വത്തിൽ ഇത്രയും ഭംഗിയായിട്ട് അവർ എസ്പെറൻസ 2024 ഹോസ്റ്റ് ചെയ്തതിലുള്ള നന്ദി ഞാൻ ഈ സമയത്ത് രേഖപ്പെടുത്തുകയാണ്. എല്ലാ അംഗങ്ങളും, ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ അംഗങ്ങൾക്കും ഞാൻ പ്രത്യേകം നന്ദി പറയട്ടെ. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. വളരെ സന്തോഷകരമായ ഒരു ക്രിസ്തുമസ് ഞാൻ എല്ലാവർക്കും ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തട്ടെ. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. താങ്ക് യു. Thank you, Achan, for your loving and encouraging words. സകല നല്ല ദാനങ്ങളുടെയും ദാതാവായ ദൈവമേ, സ്വപുത്രനെ ലോകത്തിനായി നൽകിയതിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. ഞങ്ങളെയും ഞങ്ങൾക്കുള്ള സർവ്വത്തെയും ഞങ്ങളുടെ കാഴ്ചകളാലും സ്തുതികളാലും തിരുമുമ്പിൽ സമർപ്പിക്കുന്നു. വിദ്വാൻമാരുടെ കാഴ്ചകൾ സ്വീകരിച്ച് അനുഗ്രഹിച്ച കർത്താവേ, ഞങ്ങളുടെ ഗാനാലാപനങ്ങളും സംഗീതധ്വനികളും എപ്പോഴും നിനക്ക് പ്രസാദകരമായി തീരുവാനിടയാകണമെന്ന് വിണ്ണിൻ്റെ മഹിമകൾ വിട്ട് കാലിത്തൊഴുത്തിൻ്റെ പരിമിതിയിലേക്ക് ഇറങ്ങി വന്നവനായ യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ അപേക്ഷിക്കുന്നു. ആമേൻ. It was a cold night on Christmas Eve in 1818 in a small Austrian village that part-time school teacher, organist Franz Grube put a poem by his friend Father Joseph Moore to music for the service. But the church organ had been damaged after the recent floods, so Franz Grube was asking to make a guitar to accompany the song. On that cold night in a small Austrian church was first sung what became one of the most widely recognized melodies in the world. Today, no carol service is complete without the evergreen Christmas carol, Silent Night, Holy Night. Let's join together in singing Silent Night, and this followed by Farewell Anthem and Christmas Wish by Muscat Choir. All
നമുക്ക് പ്രാർത്ഥിക്കാം. കരുണയുള്ള ദൈവമേ, നീ ഞങ്ങളുടെ അടുക്കിലേക്ക് വന്ന ഈ രാത്രിയിലെ നിശബ്ദയാമങ്ങളിൽ ഞങ്ങളെ കാത്തുകൊള്ളണമേ. അങ്ങനെ ഈ ക്ഷണികമായ ലോകത്തിലെ മാറ്റങ്ങളും തെരച്ചിലുകളും മൂലമായി ക്ഷീണിച്ചിരിക്കുന്ന ഞങ്ങളെ ഒരിക്കലും മാറ്റമില്ലാത്തവരായി നിന്നിൽ വിശ്രമിക്കുമാറാകണമെന്ന് ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തു മൂലം ഞങ്ങൾ അപേക്ഷിക്കുന്നു. ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ ദൈവമായ കർത്താവേ, പരിശുദ്ധനായ പിതാവേ, ഈ മനോഹരമായ നല്ല സമയത്തിനായി ഞങ്ങൾ നിനക്ക് സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. കർത്താവേ, അവിടുത്തെ തിരുജനനത്തിൻ്റെ സന്ദേശം ഞങ്ങൾക്കിന്ന് പാടി ഘോഷിപ്പാൻ ഞങ്ങളുടെ ജീവിതത്തിൽ നീ നൽകിയ അവസരത്തിനായി ഞങ്ങൾ നിനക്ക് നന്ദി പറയുന്നു. കർത്താവേ, GCCയിലെ എല്ലാ സഭകൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. എല്ലാ ഗായക സംഘങ്ങളെ അവിടുത്തെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. ഇന്ന് ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുവാൻ തക്കവണ്ണം കർത്താവേ, ഓരോ ഗായക സംഘത്തെയും അങ്ങ് ഒരുക്കിയതിനെ ഓർത്ത് ഞങ്ങൾ നിനക്ക് സ്തോത്രം ചെയ്യുന്നു. വിശേഷിച്ച് നേതൃത്വം വഹിച്ചവരെ ഓർത്തുകൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അതിൽ പങ്കെടുത്ത ഗായക സംഘത്തെയും കർത്താവേ, മുഖാന്തരമായവരെ നീ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾക്കിന്ന് ദൂത് നൽകിയ അഭിവന്ധ്യ തിരുമേനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ കൃപ നിൻ്റെ മകനോടുകൂടെ ഇരുന്നതിനെ ഓർത്ത് സ്തോത്രം. കർത്താവേ, ക്രിസ്മസ് കാലം ഞങ്ങളുടെ ജീവിതത്തിന് അനുഗ്രഹമാക്കി തീർക്കണമേ. കർത്താവേ, ഞങ്ങൾ കേട്ട വചനം പോലെ, ഞങ്ങൾ പാടിയ പാട്ടുകൾ പോലെ അവിടുത്തെ തിരുജന്മം ഞങ്ങളുടെ ജീവിതത്തിൽ സന്തോഷവും സമാധാനവും പ്രത്യാശയും പകരുവാനിടയാക്കണമേ. ഇതുവരെയും വ്യാപരിച്ച ദൈവകൃപയ്ക്കായി സ്തോത്രം. കൃപയാൽ ഞങ്ങളെ പൊതിയണം, അനുഗ്രഹിക്കണം. യേശു മിശിഹാ മൂലം ഞങ്ങളുടെ പ്രാർത്ഥന ദൈവമുണ്ടായി കേൾക്കണമേ. ആമേൻ. സമാധാനത്തോടെ ലോകത്തിലേക്ക് പുറപ്പെട്ടു പോകുവിൻ. ഇങ്ങനെ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവശക്തനായ ദൈവത്തിൻ്റെ കൃപയും അനുഗ്രഹവും കാവലും നിങ്ങളേവരോടും ഇപ്പോഴും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ.
Philippians 2:9-11 says, "Therefore God exalted him even more highly and gave him the name that is above every other name, so that at the name given to Jesus every knee should bend in heaven and on earth and under the earth, and every tongue should confess that Jesus Christ is Lord, to the glory of God the Father." Christmas is God's redemptive plan for mankind, sending His Son to redeem human. His plan was to give Jesus a body so He could reveal His love for mankind and reign one day upon the throne of David. God drew up the plan of salvation. He sent it down to human, and then Jesus purchased us on the cross. But the plan is all God's, salvation from beginning to end. It's all God's grace, mercy, and love. Salvation is all for the glory of God. Let's glorify Jesus through our life and witness in the years to come. Muscat CSI St. James thank our Bishop, all urchins and all choirs for your prayers, guidance and cooperation. May God bless you. We wish you all a Merry Christmas and a blessed New Year.